സ്വാഗതം. വീണ്ടും ദൈവജന പഠനത്തിനായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം. നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ ഓൺ ചെയ്തല്ലോ, അതിന് പ്രത്യേക നന്ദിയുണ്ട്. നമ്മൾ ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകമാണ്. ശമൂവേലിന്റെ പുസ്തകം അവസാനിക്കുന്നു. ദാവീദിന്റെയും ശൗലിന്റെയും കാര്യങ്ങളാണ് നമ്മൾ 2 ശമൂവേലിൽ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 1 ശമൂവേൽ കഴിഞ്ഞു, 2 ശമൂവേൽ കഴിഞ്ഞു. ഇത് രാജാക്കന്മാരുടെ പുസ്തകമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ചരിത്രം ശലോമോന്റെ ചരിത്രമാണ്. തുടക്കം തന്നെ ദാവീദ് വൃദ്ധനായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോക ചരിത്രത്തിലെ നമുക്കറിയാം സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തെല്ലാം നിൽക്കുന്നത്. നമ്മളെ ആയിരിക്കും ഈ ബൈബിളിലെ എവിടെയോ പലസ്തീനിലെ ഏതെയോ ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെയല്ല. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ യഹൂദന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇവര് 3 മതം ഒന്ന് എടുത്ത് നോക്കിക്കേ. ലോകത്തിലെ ഏകദേശം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ 3 മതങ്ങളിലാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന മതത്തിലല്ല, മാർഗത്തിലാണ്. അത് വേറെ വിഷയം. ഈ മതങ്ങളുടെ എല്ലാം പുറകോട്ട് പോയി നോക്കിയാൽ അബ്രഹാം ചെന്ന് ചേരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതുപോലെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറയാണ്. 14 തലമുറ, ഒരു കുടുംബം, ഒരു ന്യൂക്ലിയർ കുടുംബം, ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമോ? തീർച്ചയായിട്ടും. ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കാം, നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കാരണം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹൂദന്മാരുടെ ആണല്ലേ വരുന്നത്. ശലോമോൻ ദാവീദിന് ശേഷം രാജാവായിട്ട് പറയുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കടക്കരയിലെ മണ്ണ് പോലെ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരത്തെ മേയിപ്പാനുള്ള കൃപയും ഞാനോ എനിക്ക് തരണമേ. അപ്പൊ 14 തലമുറ കഴിഞ്ഞപ്പോ അബ്രഹാം 1 തുടങ്ങി, ദാവീദ് 14 നിൽക്കട്ടെ. അതാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഈ 14 തലമുറ കൊണ്ട് ഇത്രമാത്രം ജനം എങ്ങനെ ഉണ്ടാകും? അതിന്നും ആർക്കും ഒരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര കുടുംബമുണ്ട്, ഇതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർധനയുടെയൊക്കെ കാരണം എന്താ? ഇതെല്ലാം ദൈവീകമാണ്. മാനുഷ്യമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ തന്നാൽ ശരിയാവില്ല. കുറെ കാര്യങ്ങളൊക്കെ ശരിയാവും. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഈ മഹാജനത്തെ ഭരിപ്പാനായിട്ട് ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. യേശുക്രിസ്തു ശലോമോനും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പഴയ നിയമ വിശുദ്ധന്മാരിലും ക്രിസ്തു കാണാം. എല്ലാവരും വരേണ്ടത് ക്രിസ്തുവിലായിരിക്കണം. അതും അതിനകത്തെ കാര്യമാണ്. ഞാൻ അക്കമിട്ട് പറയാം. പിന്നെ ബൈബിൾ പ്രോജക്റ്റ് ഫിലിം കാണുമ്പോൾ, ഈ പഠനം കൂടെ കാണുമ്പോൾ, ഈ സ്കെച്ച് കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇതിന്റെ രൂപരേഖയാണല്ലോ പഠിക്കുന്നത്. എന്നാലും ഇച്ചിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശലോമോന് സഹോദരന്മാര് തല്ലി, ഇല്ലെങ്കിൽ ഒരു ശാപം കൊണ്ട് അബ്ശലോം അദ്ദേഹത്തിന്റെ മറ്റൊരു സഹോദരനൊക്കെ മരിക്കുന്നു. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ അവസാനം പറയുന്നുണ്ട്, അങ്ങനെ ശലോമോന് രാജ്യത്വം സ്ഥിരമായി. ശലോമോന്റെ കയ്യിൽ അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. അപ്പോൾ 3-ാം അധ്യായം മുതൽ പിന്നെയും തുടങ്ങുന്നു. ശലോമോൻ തുടങ്ങുന്നു. ശലോമോന്റെ ഭരണമാണ് തുടങ്ങുന്നത്. ശലോമോന്റെ പ്രാർത്ഥന, താനൊരു ബാലനായിരുന്നു, ദൈവം അവന് മുമ്പും പിൻപും അവനെ പോലെ ഒരു സമനായ ഒരാളിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും അനുഗ്രഹങ്ങളെല്ലാം ശലോമോന് കൊടുത്തു. ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശലോമോൻ സിംഹാസനാരൂഢനായി ജനത്തെ ഭരിക്കുകയാണ്. ശലോമോന് സമ്പത്തും ജ്ഞാനവും നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ പിന്മാറ്റം, അധപ്പതനം എല്ലാം തുടർന്നു വരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ദൈവം അവനെ അനുഗ്രഹിച്ചു പഠിക്കണം. പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹത്തിന്റെ ചുവടുകളിൽ വെച്ച് നമ്മൾ മേളോട്ട് പോകുമ്പോൾ അധപ്പതനം ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അധപ്പതനം ഉണ്ടാകാതെ വണ്ണം ദൈവത്തിൽ പൂർണ്ണ ഹൃദയം, പൂർണ്ണ സ്ഥിരത, ആ കോൺഫിഡൻസ് ദൈവത്തിൽ ഉണ്ടായിരിക്കണം. ദാവീദ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്.
ദാവീദ് പറഞ്ഞു കൊടുത്തു, മകനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മോശ മുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ആരാധിച്ചാൽ നിനക്ക് ശേഷം നിന്റെ സന്തതികളിൽ സിംഹാസനത്തിലിരിക്കും. ഇതാണ് ഞാൻ ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു, ആ തെറ്റ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിന്റെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതൊക്കെ അതുകൊണ്ടാണ്. ന്യായപ്രമാണത്തിൻ പ്രകാരം നീ ജീവിച്ചാൽ, ദൈവം തന്ന പ്രമാണത്തിൽ നീ ജീവിച്ചാൽ നിനക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ നമുക്കിന്ന് കൃപായുഗമാണ്. അവർ ജീവിച്ച ന്യായപ്രമാണ യുഗം. രണ്ട് കാലഘട്ടം കേട്ടോ, അതെപ്പോഴും മനസ്സിലായിക്കോണം. ഈ വചനം പഠിക്കുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാകാൻ വയ്യാതെ പല ക്വസ്റ്റ്യൻ വരാറുണ്ട്. മനസ്സാക്ഷിയുടെ യുഗം ഉണ്ടായിരുന്നു, വാഗ്ദത്ത യുഗം ഉണ്ടായിരുന്നു. 430 വർഷങ്ങളായിരുന്നു. അത് അബ്രഹാം മുതൽ ഇസ്ഹാക്ക് വരെ, ഇസ്രായേൽ വരെയുള്ള. അതിനുശേഷം ന്യായപ്രമാണം. ഏറ്റവും വലിയ യുഗം എന്ന് പറയുന്നത് കൃപായുഗമാണ്. എന്നാൽ മാത്രമേ അതിനൊരു വിലയുള്ളല്ലോ. ഈവൻ സഹസ്രാബ്ദം പോലും, സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ 1000 വർഷം വന്ന 1000 വർഷമേ ഉള്ളൂ. എന്നാൽ കൃപായുഗം അതിന് വലിപ്പം ഉണ്ടായിരിക്കണം. കാര്യം കൃപയുടെ വലിപ്പം. ശലോമോന് ദൈവം കൊടുത്ത ഒരു വാക്ക് പറയുന്നത് ഞാൻ പിന്നെ അത് പറയാം. അവന്റെ ഹൃദയ വിശാലത കടൽപ്പുറത്തെ മണ്ണ് പോലെ ഒരു ഹൃദയ വിശാലതയും ജ്ഞാനവും കൊടുത്തു. ഞാനത് പ്രത്യേകം ബൈബിളിൽ എഴുതിയിട്ടു. എന്താ ഈ മൈതാന ഹൃദയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളെ വിശാലമായി കണ്ടിട്ട് ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ശലോമോൻ രാജാവായപ്പോൾ 2 അവേശ്യമാരായ സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, 2 പേര് ഒരു വീട്ടിൽ താമസിച്ചു, 2 പേർക്ക് കുഞ്ഞുണ്ടായി. ഒരുത്തിയുടെ കുഞ്ഞ് മരിച്ചു പോകുന്നു. അത് കഥ ആയിട്ട് തന്നെ സംഭവമായിട്ട് തന്നെ കിടപ്പുണ്ട്, വായിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ. ഒരുത്തി എണ്ണിട്ട് അതിന് മുലയൂട്ടാൻ നോക്കിയപ്പോൾ അത് മരിച്ചിരിക്കുന്നു. അവളെ എന്ത് ചെയ്യുന്നറിയാമോ? മറ്റേ സ്ത്രീ. അവർ 2 പേരും ഒരു വീട്ടിൽ, 2 പേരും പ്രസവിച്ചു. 2 കുഞ്ഞുങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങളാണ്. ഒന്ന് മരിച്ചു എന്ന് കണ്ടപ്പോൾ മരിച്ച കുഞ്ഞിന്റെ അമ്മ മരിച്ച കുഞ്ഞിനെ എടുത്ത് ജീവനുള്ള അമ്മയുടെ ഒക്കത്ത് വെച്ച് അതിന്റെ അവിടെ ഇട്ടിട്ട് ജീവനുള്ള കുഞ്ഞിനെ എടുത്തു. ഇത് തമ്മിലുള്ളൊരു വാദം നടക്കുന്നുണ്ട്. ആ വാദം നടക്കുമ്പോൾ ശലോമോൻ ഒരു പ്രത്യേകമാകുന്ന ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്നു. ആ വാദം കേട്ടിട്ട് ഒരു വാള് കൊണ്ടുവരാൻ പറയുന്നു. ജീവനുള്ള കുഞ്ഞിനെ മുറിച്ച് 2 പേർക്ക് കൊടുത്ത പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് താൻ ഭാവിക്കുന്നു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, അരുത്, എനിക്ക് കിട്ടിയില്ലേലും വേണ്ട, കൊടുത്തേരാം. അപ്പൊ ശലോമോൻ പറഞ്ഞു, ഇവളാണ് ജീവനുള്ള ആ കുഞ്ഞിന്റെ അമ്മ. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ അടുക്കലും വരുമ്പോൾ ന്യായപ്രമാണത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട്, വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ എങ്ങനെയാണെങ്കിലും ആ യേശു അവളെ കുറ്റം വിധിച്ചാൽ ന്യായപ്രമാണ പ്രകാരം അവളെ കല്ലെറിയണം. അപ്പൊ ന്യായപ്രമാണ പ്രകാരം ആചരിക്കുന്നില്ലെന്ന് പറയും. എന്നാൽ അവളെ വെറുതെ വിട്ടാൽ പറയും, കണ്ടില്ലേ, പാപിയെ വെറുതെ വിടുന്നു. ഇങ്ങനെ യേശുവിനെ കുടുക്കുവാൻ യഹൂദന്മാർ വളരെ തന്ത്രപൂർവമായിട്ട് എങ്ങനെയാണ് ഇത് നടന്നെന്നറിയില്ല, എങ്ങനെയോ ഈ സംഗതി അവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? നിലത്തെഴുത്തിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞത് കേട്ടു, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അതെല്ലാവർക്കും അറിയാം. വചനം അറിയാൻ വയ്യാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? വേദപുസ്തകത്തിന്റെ A to C അറിയാവുന്നവരും അറിവില്ലാത്തവരും എല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യം. അത് നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. യേശുവിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഭരണത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചും അവിടെ പറയുന്നത്. അതുപോലെ ശലോമോന്റെ ജീവിതത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ യേശുക്രിസ്തു കഴിഞ്ഞാൽ ജ്ഞാനിയായ ശലോമോനിനും വലിയവനായ യേശുക്രിസ്തു. അതുപോലെ മനുഷ്യനായി പിറന്ന് യേശുവിനേക്കാൾ പോലും അല്പം താഴ്ച വന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ പറയുമ്പോൾ പാപമൊഴിയ സർവ്വത്തിലും ദൈവത്തിന്റെ കുഞ്ഞാണ്. 100% മനുഷ്യൻ, 100% ദൈവമായി, ദൈവം മനുഷ്യനായി പിറന്നത്. ശലോമോൻ മനുഷ്യനായി പിറന്നത്. എന്നിട്ട് പോലും ശലോമോൻ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. എന്നാൽ ശലോമോന്റെ വീഴ്ചയുടെ പതനത്തിനുള്ള കാര്യം കൂടെ 1-ും 2-ും അധ്യായത്തിലുണ്ട്. അത് നമുക്ക് പറയാം. ഞാൻ അവസാനം പറയാം എന്താ പറ്റിയെന്നുള്ളത്. ഇനിയും ഈ ബൈബിൾ പ്രോജക്റ്റുകാരുടെ ഈ സ്കെച്ച് നിങ്ങളൊന്ന് ഹൃദയം തുറന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. നന്നായി നറേറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇത് കൂടുതൽ പഠിക്കുവാനായിട്ട് ഇടയാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. The books of 1st and 2nd Kings
Although they're two separate books in our Bibles, they were originally written as one book telling a unified story that continues on from the book of Samuel that came before it. So David has unified the tribes of Israel into a kingdom, and God promised that from his line would come a messianic king who would establish God's kingdom over the nations and fulfill the promises made to Abraham. So the book of Kings tells the story of the long line of kings that came after David, and none of them lived up to that promise. In fact, they run the nation of Israel right into the ground. The book is designed to have 5 main movements. The story begins and ends focus on Jerusalem, first with Solomon's reign and the construction of the temple, and then in this last section ending with Jerusalem's destruction and Israel's exile to Babylon. And the story leading up to this tragedy is what makes up the center 3 sections, which explain how Israel split into 2 rival kingdoms, how God tried to prevent the corruption of Israel by sending the prophets, and how exile became the unavoidable consequence of Israel's sin. The book opens with 2 chapters about the kingdom passing from the aging David to his son Solomon. And David's final words to Solomon, they're very similar to those of Moses and Joshua and Samuel to the people. It's a call to remain faithful to the commands of the covenant and to give allegiance to the God of Israel alone. But David's words ring somewhat hollow here because David and Solomon then go on to conspire how they're going to consolidate this new kingdom through a whole series of political assassinations. It's not off to a great start. Solomon's brightest moment comes when he asks God for wisdom to lead Israel, and he even completes David's dream to make a temple for the God of Israel. Here the story actually stops and describes the design of this temple in detail, just like the tabernacle design in the Torah. There's all these gold and jewels and depictions of angels and fruit trees. It's all symbolism echoing back to the Garden of Eden. It's the place where heaven and earth meet, where God's presence dwells with his people. But no sooner does Solomon finish the temple than he makes some really horrible choices, and the kingdom falls apart. He starts marrying the daughters of other kings, hundreds of them, for political alliances. And then he adopts their gods and introduces the worship of those gods into Israel. Solomon then accumulates huge amounts of wealth. He builds a huge army. He even institutes slave labor for all of his building projects. Now, if you go back to the Torah and look at God's guidelines for Israel's kings in Deuteronomy 17, Solomon is breaking every one. So by the time that he dies, Solomon resembles Pharaoh, the king of Egypt, more than he does his father David. The next section of the book opens with Solomon's son, Rehoboam, acting just like his father. It's a very sad story of greed and lust for power. He tries to increase taxes for slave labor. And under the leadership of Jeroboam, the northern tribes reject this, they rebel and secede, and form their own rival kingdom. And so now in the story, you have the southern kingdom, Judah, centered in Jerusalem with kings from the line of David, and now this new northern kingdom called Israel, whose capital will be Samaria eventually. Jeroboam also goes on to build 2 new temples to compete with Solomon's temple in the south. He puts a golden calf in each one to represent the God of Israel. The connection to Exodus 32 and the golden calf, it's all quite explicit. From this point on, the story goes back and forth from north to south, tracing the fate of both kingdoms. Each one had about 20 successive kings, and as the author introduces each king, he evaluates their reign by a few criteria. Did they worship the God of Israel alone, or did they promote the worship of other gods? Did they deal with idolatry among the people? And did they remain faithful to the covenant like David, or do they become corrupt and unjust? And according to these criteria, the author finds no good kings in northern Israel, 0 for 20. And then in southern Judah, only 8 out of 20 get a positive rating, which connects to another huge purpose in this book, and that's to introduce the role of the prophets, key figures in Israel's history. So in the Bible, prophets were not fortune tellers. Rather, they spoke on behalf of the God of Israel, and they played the role of covenant watchdogs, which means they called out idolatry and injustice among the kings and the people. They were constantly reminding Israel of their calling to be a light to the nations, that they should obey the commands of the Torah, and so the prophets challenged Israel to repent and follow their God. In these center sections for each king, God then raises up prophets to hold them accountable. And the most prominent prophets are the northern ones, Elijah and his disciple Elisha, right here in the center of the book. Elijah was a wild man of a prophet living out in the desert, and his arch nemesis was the northern king Ahab and his Canaanite wife Jezebel. Together, these two had instituted the worship of the Canaanite god Baal over Israel. And so in a famous story, Elijah challenged 450 prophets of Baal to a contest to see which god was real. So they both build altars and pray to their gods, but only the God of Israel answers with fire.
After this, Ahab uses his royal power to murder an Israelite farmer and then steal his family's vineyard. And Elijah again confronts Ahab's injustice, and he announces the downfall of his house. Elijah eventually passes the mantle of his prophetic leadership to a young disciple named Elisha, who asks for 2 times the authority of Elijah. And what's fascinating here is how the author, he's recounted 7 miraculous feats for Elijah, and then he offers stories of 14 acts of power from Elijah. Both prophets were clearly remarkable men, and they played the same role, confronting Israel's kings for idolatry and injustice. And ultimately, they were unsuccessful in turning Israel back from apostasy. In the next section, the northern kingdom is rocked by a bloody revolution started by a king named Jehu, who destroys Ahab's family. And although Jehu was at first commissioned by God, his violence just gets out of control, and it creates the spiral of political assassinations and rebellions from which Israel never recovered. Coup follows coup after Jehu, and each king follows other gods, allows horrible injustice. It all leads up to 2 Kings chapter 17. The big bad empire of Assyria swoops down and takes out the northern kingdom altogether. In the capital city of Samaria, it's conquered, and the Israelites are exiled and scattered throughout the ancient world. Now, chapter 17 is key. The author stops the story and offers this prophetic reflection on what's just happened. He blames the downfall of the northern kingdom on the idolatry and covenant unfaithfulness of Israel and its kings. And so, God has allowed them to face the consequences of their decisions. The final movement of the book tells the story of the lone southern kingdom. And here we meet some very heroic kings, like Hezekiah, who trusts God when the armies of Assyria come knocking on Jerusalem's door, or Josiah, who discovers this lost scroll of the Torah in the temple. So he starts reading it, he's convicted, and he institutes religious reforms to remove idolatry and Canaanite influences from the land. But Judah is just too far gone. The king, right in between these two, Manasseh, he's the worst by far. So he not only introduces the worship of idol statues into the Jerusalem temple, he also institutes child sacrifice. And so God sends prophets to say, the time is up. Israel has reached the point of no return. The final chapters tell the story of the Babylonian Empire coming to invade Jerusalem, destroy the temple, and carry the people and the royal line of David off into exile. And so the story ends leaving us wondering, is God done with Israel? Is he done with the line of David? Well, the final paragraph zooms about 40 years forward into the exile, and it tells a very odd story. It's about Jehoiakim, a descendant from David, who would have been king if he was back in Jerusalem. And the king of Babylon releases him from prison and invites him to eat at the royal table for the rest of his life, and the book ends. So it's not much, but it's a story that gives a glimmer of hope that God has not abandoned the line of David. So the question now is, how is God going to fulfill his promises to Abraham, to David? How is he going to bless the nations and bring the Messianic kingdom? And to answer those questions, you have to read on into the wisdom and the prophetic books. But for now, that's the Book of Kings. എങ്ങനെയുണ്ട് ഈ സ്കെച്ച്? നന്നായിട്ട് ഇല്ലേ? മനസ്സിലാകുന്നില്ല കുറച്ച്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ലൈവ് ചെയ്യുന്ന മാത്യു വർക്കിക്ക് നന്ദി, ഈ ബൈബിൾ പ്രോജക്റ്റുകാർക്ക് നന്ദി, കേൾവിക്കാരായ നിങ്ങൾക്ക് നന്ദി. നമുക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പഠിക്കണം. എന്നാൽ ഞാൻ എൻ്റെ ഒരു കമന്റ് ആയിട്ട് പറയുക, നമ്മൾ തുടരും 2 രാജാക്കന്മാർ. ഇത് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയല്ലോ. ഈ ശലോമോന്റെ കാലത്തെ ദൈവം എങ്ങനെയായിരുന്നു ഇടപെട്ടത്? ദാവീദ് പറഞ്ഞ അനുസരിച്ച് അവന് വളരെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നു. വിവേകമുള്ളൊരു ഹൃദയം കിട്ടി. ദൈവത്തെ സ്നേഹിപ്പാനിടയായി തീർന്നു. പക്ഷെ 3-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോരുന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു, എങ്കിലും പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. എങ്കിലും എന്നുള്ളത് except that he offered sacrifice and burn incense on the high places. Except എന്ന് പറയുമ്പം ദൈവത്തിന്റെ ഒരു ആഗ്രഹം അവിടെ ഇല്ല. ഒരു സെൻട്രൽ
ഫോക്കസ് ചെയ്ത് പുരോഹിതന്മാരെ വെച്ച് ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് വരാതെ മലകളിലും പച്ചമരങ്ങളുടെ ഇടയിലും ഒക്കെ വെച്ച് അവരെ യാഗങ്ങൾ കഴിച്ച് പോരുന്നു. അത് ദൈവത്തിന് വലിയ താല്പര്യം ഉണ്ടായി കാണില്ല. അനിഷ്ടമായതാണ് വരുന്നത്. ശലോമോന് ശേഷം വരുന്നവരെ കുറിച്ച് അനിഷ്ടമായത് ചെയ്തു. അതുവരെ അവരെ അറിയാം, ഒരു കുടുംബത്തിന്റെ ആരാധനയായിരുന്നു അബ്രഹാമിന്റെ ആരാധന. പിന്നെ ഒരു ഗോത്രത്തിന്റെ ആരാധനയാണ്. പിന്നെ ഒരു രാജ്യത്തിന്റെ ആരാധനയായി വന്നപ്പോ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്തില്ല. അവരെല്ലാം റിച്ചായി, അവരെല്ലാം ധനപരമായി ഭൗതികമായി അവരെ വളരെ അനുഗ്രഹിച്ചു. അപ്പോൾ അവർ ദൈവത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ട് പോയി. അങ്ങനെ നമുക്കെല്ലാം പറ്റും. നമുക്ക് ചില പാരമ്പര്യം ഇട്ടിരിക്കുക. ചിലർ പറയുന്നുണ്ട് നേർച്ചപ്പണം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പണത്തെ പറയുന്നത്. പള്ളി പറഞ്ഞാൽ മതി എന്ന് വെച്ചാൽ പള്ളിയിലെ പറയാനൊക്കെ ഉള്ളൂ. ദൈവിക കാര്യത്തിന്റെ ശുഷ്കാന്തി കുറഞ്ഞു. ഇവരെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ ഇവർക്ക് ഒരു നല്ല ആരാധന ചിലപ്പോൾ ചെയ്യുന്നുണ്ട്, വരണം. ഇങ്ങനെയുള്ള പൂജാഗിരികൾക്ക് മാറ്റം വരണം. ഇതൊക്കെ ദൈവം ആഗ്രഹിക്കും. ഇംപ്രൂവ്മെന്റ് കാലത്തിനനുസരിച്ചുള്ള, കാലഘട്ടത്തിനനുസരിച്ച്. നിങ്ങൾ ചോദിക്കുക എന്താ അത് പുതിയ തിയറിയാണ്? അല്ല, ന്യായപ്രമാണ കാലത്തെ ആരാധന ന്യായപ്രമാണ കാലത്താണ് ഉണ്ടായിരുന്നത്. മൃഗങ്ങളെ അറുത്ത് യാഗം കഴിക്കുന്നത്. നമുക്കറിയാം. ഇപ്പൊ അങ്ങനെ ഒരു ആരാധന വെച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ 5 പേരുണ്ട്. ഒന്ന് ചിന്തിച്ച്, 5 കാളയെ മേടിച്ചുകൊണ്ട് എനിക്ക് ആരാധനയ്ക്ക് പോകാനൊക്കും ഇല്ല. ആരാധന വർഷത്തിൽ ഒരിക്കലേ മാത്രമാകും. എന്നാൽ ഇന്ന് നമുക്ക് യേശു കർത്താവിന്റെ കാൽവറി മരണം നമുക്കുള്ളത് കൊണ്ട് ആ സമ്പൂർണ്ണ യാഗത്താൽ എപ്പോഴും വിശ്വസിച്ച് അതിൽ ആശ്രയിച്ച് കൃപാസനത്തോട് ചെയ്യുന്ന ദൈവാവകാശം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരാധനയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് സ്ഥലം വേണ്ട, സമയം അതിന്റെ പ്രത്യേക സമയങ്ങൾ മാറ്റിവെക്കേണ്ട, ഒരു തടസ്സവുമില്ല. നമുക്ക് മനസ്സുണ്ടോ, നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് എവിടെയായിരുന്നാലും ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും സാധിക്കും. ശലോമോൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആത്മീയമായെന്ന ചില കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും എല്ലാമായി അധപ്പതനത്തിലേക്ക് പോയി. തന്റെ കാലത്ത് ജനങ്ങൾ അത്തിവൃക്ഷത്തിന്റെ കീഴിലും മുന്തിരിവള്ളിയുടെ കീഴിൽ നിർഭയരായിരുന്നു. ജനം തിന്നും കുടിച്ച് സന്തോഷിച്ചു പോരുന്നു. ഒരുപാട് നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു. നല്ല കാലങ്ങളിൽ മറന്നുപോയത്, അവർക്ക് നല്ല കാലം വരുത്തിക്കൊടുത്ത സർവശക്തിനെ മറന്നുപോയി. അന്യജാതിക്കാരുമായി വന്ന് വിവാഹം, അവരുടെ പൂജകള്, അങ്ങനെ പല കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് ഇവർക്ക് പോയി. ദൈവത്തിലുള്ള ആ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയി. യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു എന്ന് പറഞ്ഞ് പോകുമ്പോൾ പൂർണ്ണമായി താൻ ഒരു വിഗ്രഹാരാധനയിലേക്ക് താൻ വഴുതി വീണു. ഒരുപക്ഷെ തന്റെ ഭാര്യമാരായിരിക്കാം, വഴിവിട്ട ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ പല സംസ്കാരമായിട്ട് ബ്ലെൻഡ് ചെയ്തായിരിക്കാം. എല്ലാ റീസൺസ് ഉണ്ട്. പക്ഷെ നമുക്കെപ്പോഴും ആ കോൺഫിഡൻസ്, ആ ഏകാഗ്രത, ആ ഫോക്കസ് തെറ്റിപ്പോകരുത്. ശലോമോന് ശേഷം ഉണ്ടാകുന്ന 14 രാജാക്കന്മാരിൽ ഏറിയ പങ്കും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. ഇഷ്ടമായതും അനിഷ്ടമായതും. ഇന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ നിർത്തുക. നമ്മുടെ ജീവിതം യഹോവയ്ക്ക് ഇഷ്ടപ്രകാരമാണോ, ദൈവത്തിന് അനിഷ്ടമായതാണോ? ചിന്തിക്കുക. ഇഷ്ടമായതാണെങ്കിൽ നിങ്ങൾ റൈറ്റ് വഴിയിലാണ്. അനിഷ്ടമായതാണ് ചെയ്യുന്നെങ്കിൽ പോക്കാം. നമുക്ക് മടങ്ങി വരാം. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴി, സത്യം, ജീവനുമാകും, എന്നെ കൂടെ അല്ല. ക്രിസ്തുവിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ശലോമോനിലും വലിയവനായ ക്രിസ്തുവിൽ പിതാവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് യേശുവിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നോക്കിക്കേ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 അനുഗ്രഹമായി. എന്നാൽ ദാവീദ് മുതൽ ഒരു 14 തലമുറയിൽ ഇനി പ്രതിപാദിക്കാനായിട്ട് പോകുന്ന രാജാക്കന്മാരാണ് യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. ദൈവം വഴി വിട്ടുപോയി, പൂജാഗിരികളിൽ പോയി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാട്ടിലും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന നമുക്കാണെങ്കിൽ, നമ്മുടെ അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും തൊഴിലാണെങ്കിലും ഏതിനാണെങ്കിലും അതിലേക്കൊക്കെ ആശ്രയം വെച്ചിട്ട് ദൈവത്തിലുള്ള ആശ്രയം വിട്ടുപോയാൽ അപകടമാണേ. നിത്യത നഷ്ടപ്പെടും, തലമുറ നഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് 2 രാജാക്കന്മാർ പഠിക്കണം. അതുവരെയും നിങ്ങൾക്ക് ദൈവം
നല്ലത് വരത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ പി.സി. എബ്രഹാം.